ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക കാല ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. പൊതുവെ 5-ലെ സൂര്യൻ അത്ര നന്നല്ല, പക്ഷേ ഇത് സ്വന്തം ക്ഷേത്രത്തിലാകയാൽ അത്ര ദോഷപ്രദം അല്ല എന്നാണ് കാണുന്നത്. എങ്കിലും ഓം നമഃ ശിവായ ജപിക്കുന്നതോ മഹാദേവനെ ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ടെൻഷൻ കുറഞ്ഞു കിട്ടും. എന്നാൽ 17-ാം തീയതി സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിച്ച് തുടങ്ങുന്നത്. വളരെ നല്ല ഫലങ്ങൾ തരും. സന്തോഷം, കാര്യലാഭം, ശത്രുനാശം, ധനലാഭം, ലോക ബഹുമാനം, രോഗശമനം, മനസ്സമാധാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പിന്നെ കുജൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, നല്ല ആഹാരം, ശത്രുപരാജയം, സുഖം, ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനോ അതുപോലെ അലങ്കാര വസ്തുക്കൾ ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ 4-ാം തീയതി വരെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. എന്നാൽ 4-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ബുധൻ അത്ര അനുകൂലനല്ല. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴൻ അനുകൂല ഭാവത്തിലാണ് എങ്കിലും ഭേദം ഭവിക്കിയാൽ അതത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ നല്ല കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും ധനച്ചെലവ് അധികമായിട്ട് വരിക, വസ്തു സംബന്ധമായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുക. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടും. സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 6-ലോട്ടും 10-ലോട്ടും ഒക്കെ വീഴുന്നത് വളരെ നല്ലത് തന്നെയാണ്. അതായത് ഈ ജോലിക്കാര്യത്തിന് അതുപോലെ തന്നെ നിത്യ വരുമാനത്തിന് ഇതിനൊക്കെ വളരെ നല്ലതാണ്. ഒരു ദോഷവും ഉണ്ടായില്ല. പിന്നെ ശുക്രൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സന്താനങ്ങൾ കാരണം മനപ്രയാസം, സ്ത്രീകൾ കാരണമൊക്കെ മനപ്രയാസങ്ങൾ, ക്ലേശങ്ങൾ, ധനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ഇനി ശനി വളരെ അനുകൂലനാണെങ്കിലും ശനിക്ക് 4-ാം തീയതി മുതൽ 23-ാം തീയതി വരെ വേദദോഷം ഭവിക്കുന്നു. ആകയാൽ 4-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ശനി അത്ര അനുകൂലനല്ല. സമാധാനക്കുറവ് ഉണ്ടാകാം. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലം ക്ലേശങ്ങൾ, ധനക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. എങ്കിലും ശനിയാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്, അത്യാവശ്യമാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ 23-ാം തീയതി മുതൽ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് വരുന്നത്. ധനലാഭം, അധികാരപ്രാപ്തി, രോഗശമനം, ലോക ബഹുമാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ അത് 23-ാം തീയതി മുതൽ അങ്ങോട്ടേ ഉള്ളൂ. 23-ാം തീയതി വരെ അത്ര നല്ലതല്ല. അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങൾ കൂടുതലുള്ള യാത്ര അങ്ങനെയൊക്കെ ഉള്ളത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് 23-ാം തീയതി വരെ. പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. രോഗനാശം, ശത്രുനാശം ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ രാഹു അത്ര അനുകൂലനല്ല. ധനച്ചെലവ് അധികം ഉണ്ടാകാം, നഷ്ടങ്ങൾ വരുത്താം. അപ്പോൾ അതിനായിട്ട് ശിവപ്രീതി വരുത്തേണ്ടത് ശിവന് പൂജ ചെയ്യുക, അതല്ലെങ്കിൽ സർപ്പപൂജ ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ക്ലേശങ്ങൾ കുറയും. പൊതുവെ ഈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇനി ഇടവക്കൂറ്. കാർത്തിക മുക്കാല്, രോഹിണി
മകയിരം, പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ഗ്രഹകലകം, സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ, സന്താനങ്ങൾ മൂലമോ സ്നേഹിതർ മൂലമോ ഒക്കെ ക്ലേശങ്ങളെ, ധനക്ലേശം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല ചാർത്തൽ തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷങ്ങളൊക്കെ കുറയും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനസ്സമാധാനക്കുറവ്, കാര്യതടസ്സം, ധനക്ലേശം, കടുത്ത വാക്കുകൾ മൂലമൊക്കെ ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ സംഭവിക്കുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ധന ഇടപാടുകളൊന്നും പാടില്ല. അതുപോലെ സംഭാഷണവും വളരെയേറെ ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യസ്വാമിക്ക് അർച്ചന, നെയ്വിളക്ക്, മാല ചാർത്തലോ പായസമോ ഇതിലേതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 4-ാം തീയതി മുതൽ 23-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം, കുടുംബസുഖം, വിദ്യാഗുണം, മാതാവ് മൂലം ചില നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമോ സ്നേഹിതർ മൂലമോ ഒക്കെ നല്ല ക്ലേശങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിക്കുക. പക്ഷേ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കാവുന്നവരിൽ ഈ ദോഷങ്ങളൊക്കെ കുറയും, യാതൊരു സംശയവുമില്ല. ഇനി വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ജന്മരാശിയിലാണ്. ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കോ മാറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ധനച്ചെലവ് അധികമായി വരാം. സർക്കാർ മൂലം അധികാരികൾ മൂലമോ ഒക്കെ ക്ലേശങ്ങളുണ്ടാകാം. നവംബറിനുള്ളിൽ സ്വന്തം ആവശ്യത്തിനോ ഉറ്റവർക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി വാസത്തിനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. എന്നാൽ സന്താനഭാഗ്യം, വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക, വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായി വരിക തുടങ്ങിയ നല്ല ഫലങ്ങളും ഈ സമയത്ത് ഈ വ്യാഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. സന്താനഭാഗ്യം, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക, ധനധാന്യാഭിവൃദ്ധി ഉണ്ടാകുക, തൊഴിലൊരു ഉയർച്ച ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 18-ാം തീയതി കഴിഞ്ഞാൽ ദോഷപ്രദമായിട്ടാണ് ശുക്രൻ മാറുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ശനി ഇപ്പോൾ 10-ാം ഭാവത്തിലാണ്. ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. മനക്ലേശം, ഹെൽത്ത് സംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ ഒക്കെ ചില ക്ലേശങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നവംബർ വരെ ശനി വക്ര സഞ്ചാരത്തിലാണ്. അപ്പോൾ കഴിവതും ഈ യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്, നവംബർ വരെയുള്ള സമയമെങ്കിലും. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്, ഈ ശനിദോഷം കുറയും. പിന്നെ രാഹു വളരെ അനുകൂലനായിട്ട് നല്ല ഫലങ്ങൾ തരുന്നതാണ്. പക്ഷേ കേതു അത്ര അനുകൂലനല്ല, ദോഷപ്രദനാണ്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക. അപ്പോൾ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. പൊതുവേ അത്ര നന്നല്ല, ദോഷപ്രദമായിട്ടാണ് ഈ മാസം കാണുന്നത്. ഇനി മിഥുനക്കൂറ്. മകയിരം, പകുതി, തിരുവാതിര, പുണർതം, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. മനസുഖം, ധനലാഭം, രോഗമുക്തി, ശത്രുനാശം, മിത്രങ്ങൾ മൂലമോ സഹോദരങ്ങൾ മൂലമോ പല സന്തോഷങ്ങളോ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാം. ബഹുമാന പ്രാപ്തി ഉണ്ടാകാം. അതുപോലെ ധനനേട്ടം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 17-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് വരുന്നത്. മനക്ലേശം, ശാരീരിക ക്ലേശങ്ങൾ, അതുപോലെ സ്ത്രീകൾ മൂലമൊക്കെ ആയിട്ട് ചില ക്ലേശങ്ങളോ നഷ്ടങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറയും. അപ്പോൾ കുജൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും ഒക്കെ ആയിട്ട് ഭാര്യയും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത.
അതുപോലെ തന്നെ ദേഹത്ത് മുറിവോ ചതവുകളോ വ്രണങ്ങളോ ഒക്കെ ഉണ്ടാകുക, രക്തസംബന്ധമായ രോഗങ്ങളുണ്ടാകുക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. കോപം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമൂലം വളരെ പല ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ആരുമായിട്ടും വാക്കുതർക്കത്തിനോ ഒന്നും ഇടപെടുന്നത് നല്ലതല്ല. കഴിവതും യാത്രയും ഒഴിവാക്കുന്നത് നല്ലതാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക, അപ്പോൾ ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ 4-ാം തീയതി മുതൽ 23-ാം തീയതി വരെ വളരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശത്രുശല്യം ചെയ്യാം എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അപ്പോൾ ഈ ക്ലേശങ്ങളൊക്കെ കുറയുന്നതാണ്. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണെങ്കിലും വിപരീത വേദം കാരണം 4-ാം തീയതി വരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, പ്രശസ്തി, സുഖപ്രാപ്തി, ശത്രുനാശം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. എന്നാൽ 4-ാം തീയതിക്ക് ശേഷം അനുകൂലനല്ലാതെ ആണ് സഞ്ചരിക്കുക. നല്ല കാര്യത്തിനാണെങ്കിലും ധനച്ചെലവ് അധികമായിട്ട് വരാം. വീട് പോകുന്നതിന് സാധ്യതയുണ്ട്. വിശ്വാസ വഞ്ചന ഒക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴാഴ്ച ദിവസങ്ങളെ. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ദോഷങ്ങൾ കുറയും. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, കുടുംബസുഖം, സ്നേഹിതർ മൂലം സന്തോഷം, നേട്ടങ്ങളെ, എല്ലാവിധമായ സുഖപ്രാപ്തി, തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരിക, പിതൃബന്ധുക്കൾക്കോ പിതാവിനോ ഒക്കെ ആയിട്ട് ക്ലേശങ്ങൾ ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഭാഗ്യം അത്ര അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴേ. അപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ ഒക്കെ വഴിപാട് ചെയ്യുന്നതും നല്ലതാണ്. ഈ ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക. മഹാദേവനെ യഥാശക്തി വഴിപാട് ചെയ്യുക, സർപ്പപൂജ ചെയ്യുക, അപ്പോൾ രാഹുവിൻ്റെ ക്ലേശങ്ങൾ കുറയും. പിന്നെ കേതുവിൻ്റെ ദോഷം കുറയാൻ ഗണപതി പ്രീതി വരുത്തിയാൽ മതി. കേതുവിൻ്റെ ദോഷങ്ങളും കുറയും. ഇനി കർക്കിടകക്കൂറ്. പുണർതം, കാല്, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ ഇപ്പോൾ 16-ാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ധനക്ലേശം, നേത്രസംബന്ധമായ രോഗങ്ങളോ ക്ലേശങ്ങളോ വ്യാപാരാദികളിലൊക്കെ നഷ്ടം വരുന്നതിനോ ദുർജനങ്ങൾ മൂലമായിട്ടുള്ള ഇടപാട് മൂലം ക്ലേശങ്ങളെ, ദോഷാനുഭവങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഈ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവനെ കുവളമാലയോ ധാരയോ ഉള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിക്കുക, ഓം നമഃ ശിവായ ജപിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. എന്നാൽ 17-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ്, നേരെ വിപരീതമായിട്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. രോഗമുക്തി ഉണ്ടാകുക, മനസുഖം ഉണ്ടാകുക, ശത്രു പരാജയം ഉണ്ടാകുക, ധനലാഭം, സ്ഥാനമാന ലാഭം, ലോക ബഹുമാനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് ധനക്ലേശം, മനക്ലേശം, ദൂരയാത്ര, അധിക ചെലവ് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ ബുധൻ 4-ാം തീയതി മുതൽ 23-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സന്തോഷം, ധനലാഭം, ആഭരണാദി ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 23-ാം തീയതി കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് അനുകൂലമല്ല. ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്കോ ശത്രുക്കളുമായിട്ടൊക്കെ വഴക്കോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നീ ജപിക്കുന്നത് നല്ലതാണ്. ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ വ്യാഴം അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുക, പക്ഷേ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നു.
അപ്പോൾ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യപരാജയം, ധനനാശം, രോഗങ്ങൾ, ഉപദ്രവങ്ങൾ, ദുഃഖം തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. ദോഷം കുറയും. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണത്. എന്നാൽ 5-7 ഭാവങ്ങളിലോട്ടൊക്കെയുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വളരെ നല്ലതാണ്. സന്താനഭാഗ്യം, സന്താനങ്ങൾ മൂലം സന്തോഷം, നേട്ടം, വിവാഹം അനുകൂലമായി വരുന്നതാണ്. ബിസിനസ് കാര്യങ്ങൾക്കോ ജോലി കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. നിത്യവൃത്തിയിലെ ക്ലേശങ്ങൾ, ശത്രുക്ലേശം, ധനനഷ്ടം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 18-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, കുടുംബ സുഖം, സ്നേഹിതർ മൂലം സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശനി അഷ്ടമശനിയായി തുടരുന്നു. നല്ല ക്ലേശപ്രദമായിട്ടുള്ള സമയമാണ്. ഈശ്വരാധീനക്കുറവ് ഉള്ളതിനാൽ നല്ല പ്രാർത്ഥന, പൂജ ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തലോ ശനിയുടെ മന്ത്രം ജപിക്കലോ ഇതൊക്കെ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അത് ദോഷങ്ങൾ ഒത്തിരി കുറയ്ക്കും. അഷ്ടമശനി വളരെയേറെ ക്ലേശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണിത്. പിന്നെ കേതു അനുകൂലനാണ് എങ്കിലും രാഹു അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ മഹാദേവന് യഥാശക്തി വഴിപാട് ചെയ്യുക. പിന്നെ ഒരു സർപ്പപൂജ ചെയ്യുക. ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ്. പൊതുവേ ഈ മാസം അത്ര അനുകൂലമല്ലാതെ ഒരു മോശമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. ഇനി ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, കാല് ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ധനക്ലേശം, യാത്രാക്ലേശം, മനക്ലേശം അതൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ വ്യാപാരത്തിൽ മറ്റോ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ ചെറിയ നഷ്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറയും. ഓം നമഃശിവായ ജപിക്കുക. അതുകൊണ്ട് ഒത്തിരി ദോഷങ്ങൾ കുറയുന്നതിന് സാധ്യതയുണ്ട്. ഇനി കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യം മെച്ചപ്പെടുക, ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, പൊതുവേ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഭൂമി ലഭിക്കുന്നതിനും പോലും ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബുധൻ 23-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, ബന്ധുക്കളുമായി വിരോധം, വഴക്ക്, ടെൻഷൻ, ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് മൂലമൊക്കെ ക്ലേശങ്ങളുണ്ടാകുക, അങ്ങനെ ഒത്തിരി ദോഷമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കാമെന്ന വരിയിൽ ഈ ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. എന്നാൽ 23-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സന്തോഷം, ധനലാഭം, വിദ്യാനുകൂല്യം ഉണ്ടാകുക, സജ്ജനങ്ങളുമായിട്ട് ഇടപെടൽ മൂലം നേട്ടങ്ങളെ, ധനനേട്ടങ്ങളെ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക, ചില അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിന് സാധ്യതയുണ്ട്. കർമ്മസ്ഥാനത്ത് ചില മാറ്റങ്ങളെ, പിന്നെ മടി പിടിച്ചിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ആലസ്യത കുറച്ച് കൂടുക, ഇങ്ങനെയൊക്കെയുള്ള ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിലെ മാല ചാർത്തൽ, തുളസിമാല ചാർത്തൽ, അർച്ചന ചെയ്യൽ ഇതൊക്കെ നല്ലത് തന്നെയാണ്. ദോഷം കുറയും. സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. തുടർച്ചയായിട്ടുള്ള ധനലാഭം, എല്ലാവിധമായ സുഖപ്രാപ്തി, ആരോഗ്യം, വിദ്യാ നേട്ടം, ലോക ബഹുമാനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 18-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും അത്ര ദോഷപ്രദനല്ല. സ്വന്തം ക്ഷേത്രത്തിലാണ് വരുന്നതിനാൽ അത്ര അങ്ങോട്ട് ദോഷമില്ല. എങ്കിലും ദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, അർച്ചനയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്.
ഇനി ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. ദൂരയാത്ര, ധനക്ലേശം, ജീവിത പങ്കാളിക്ക് ചെറിയ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക, ദോഷങ്ങൾ കുറയും. ഈ ജീവിത പങ്കാളിയുടെ സമയം അനുകൂലമാണെന്ന് വരിൽ അവർക്ക് ദോഷമൊന്നും ബാധിക്കില്ല. രാഹുകേതുക്കൾ രണ്ടും അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക. മഹാദേവനെ യഥാശക്തി പൂജ ചെയ്യുക, സർപ്പപൂജ ചെയ്യുക, പിന്നെ ഗണപതി പ്രീതി വരുത്തുക. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ ദോഷം കുറഞ്ഞു കിട്ടും. ഇത് പൊതുവെ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സങ്ങളെ, കലഹം ഉണ്ടാകുക, സ്ഥാനഭ്രംശം, ധനഹാനി, ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസം കഴിവതും ബന്ധുമിത്രാദികളുടെ വീട്ടിലൊന്നും പോകാതിരിക്കുന്നത് നല്ലതാണ്. പിന്നെ മഹാദേവനെ കൂളമാലധാര വഴിപാടുകളൊക്കെ ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും അത് വിപരീത വേദം നിമിത്തം അനുകൂലനായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ധനലാഭം, വസ്ത്രാഭരണാദിലാഭം, സർവകാര്യ വിജയം, രോഗമുക്തി, സന്തോഷം, ശത്രുനാശം, വഴക്കുകൾക്കൊക്കെ ഒരു പരിഹാരമാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ 4-ാം തീയതി വരെ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, സുഖം, ബന്ധു സ്നേഹം ഉണ്ടാകുക, പ്രശംസ, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ 4-ാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സങ്ങളെ, ധനഹാനി, വഴക്ക് ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമാർച്ചന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുക. അപ്പം ദോഷം കുറയും. പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണെങ്കിലും വേദദോഷം കാരണം അത്ര അനുകൂലനല്ലാതെ ആയിരിക്കുന്നു. അപ്പോൾ ധനക്ലേശം, ആലസ്യം, സ്ഥാനഭ്രംശം, സന്താനങ്ങൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ സഹസ്രനാമർച്ചന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലതാണ്, ദോഷങ്ങൾ കുറയും. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സുഖപ്രാപ്തി, ധനലാഭം, ശത്രുനാശം, ലോക ബഹുമാനം, വിവിധ സുഖങ്ങൾ ലഭിക്കുക, ആരോഗ്യം അനുകൂലമായി വരിക, വസ്ത്രാദികളൊക്കെ ലഭിക്കുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും പക്ഷേ അതിന് വേദം ഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്ര അതങ്ങോട്ട് അനുകൂലനല്ല. നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകാം, പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ചില മനക്ലേശത്തിന് സാധ്യത ഉണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ എള്ളുകിഴി ചെയ്യുന്നത് നല്ലതാണ്. ഈ ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ രാഹുകേതുക്കൾ ദോഷപ്രദരായിട്ടാണ്. അപ്പോൾ മഹാദേവനെ പൂജ ചെയ്യുക, സർപ്പപൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഗണപതി പ്രീതി വരുത്തുക. അപ്പോൾ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഇനി തുലാക്കൂറ്. ചിത്തിര പകുതി, ചോതി, വിശാഖം, മുക്കാല് ഇവർ ഈ 3 നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം ഉണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക, പൊതുവെ ഒരു അഭിമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സർവകാര്യ വിജയം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 17-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ്. എല്ലായിടത്തും ഒരു കാര്യതടസ്സം ഉണ്ടാകുക, സ്ഥാനഭ്രംശത്തിന് വരെയും സാധ്യത ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, സ്നേഹിതരുമായിട്ടൊക്കെ കലഹം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ ദോഷഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും വിപരീത വേദം കാരണം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, വസ്ത്രാഭരണാദിലാഭം, രോഗമുക്തി, സർവകാര്യ വിജയം, ശത്രുനാശം, വഴക്കുകൾക്കൊക്കെ പരിഹാരമാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ 23-ാം തീയതി വരെ വളരെ അനുകൂലനാണ്.
പുതിയ സ്ഥാനമാന ലാഭം, ശത്രുപരാജയം, ആരോഗ്യം, സുഖം, പ്രശംസ, ധനാഗമം, ബന്ധുസ്നേഹം, ഇങ്ങനെയുള്ള നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം വളരെ ദോഷസ്ഥാനത്താണെങ്കിലും വിപരീത വേദം നിമിത്തം വളരെയേറെ അനുകൂലനായിട്ട് സഞ്ചരിക്കുകയാണ്. ധനനേട്ടം ഉണ്ടാകുക, സ്ഥാനമാന ലാഭം ഉണ്ടാകുക, സർവകാര്യ വിജയം, സന്താനഭാഗ്യം, പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ശത്രുനാശം ഉണ്ടാകുക, ആനന്ദം ലഭിക്കുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. 23-ാം തീയതി കഴിഞ്ഞാൽ വ്യാഴം നേരെ വിപരീതനാകുന്നതാണ്. വിപരീത വേദം മാറിക്കഴിഞ്ഞാൽ ക്ലേശം തരുന്നതാണ്. ധനച്ചെലവ്, ക്ലേശങ്ങൾ, സ്ഥാനഭ്രംശം തുടങ്ങിയ നല്ല ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം എന്നും വീട്ടിൽ നിന്ന് ജപിക്കുക. ഇത് ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്, ഈ 23-ാം തീയതിക്ക് ശേഷം. പിന്നെ ശുക്രൻ 17-ാം തീയതി വരെ അങ്ങോട്ട് അനുകൂലൻ അല്ലാതെയാണ്. എന്നാൽ 18-ാം തീയതി മുതൽ അനുകൂലനായിട്ട് നല്ല ഇതായിട്ട് സഞ്ചരിക്കുന്നതാണ്. ധനലാഭം, ശത്രുനാശം, സർവ്വവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി ദോഷഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ 23-ാം തീയതി വരെ വിപരീത വേദം നിമിത്തം അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, രോഗശമനം, അധികാരപ്രാപ്തി, ബഹുമാന ലാഭം, ഭാര്യാപുത്രാദികളുമായിട്ടൊരു സന്തോഷപ്രദമായ ജീവിതം, ഇതൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ 23-ാം തീയതി മുതൽ അനുകൂലനല്ലാതെ ആയിട്ടാണ് ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലം ടെൻഷനോ നഷ്ടമോ ഒക്കെ ഉണ്ടാകാം, അധിക ചിലവ് ഉണ്ടാകാം, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ രാഹു അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക, പക്ഷേ കേതു അത്ര അനുകൂലനല്ല. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം കുറയും. പൊതുവെ ഈ മാസം ഭേദമായിട്ടാണ് കാണുന്നത്. ഇനി വൃശ്ചികക്കൂറ്, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട, ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം ഉണ്ടാകുക, ആരോഗ്യം ഉണ്ടാകുക, ബന്ധുസമാഗമം ഉണ്ടാകുക, അധികാരികളുടെ ഒത്തിരി വളരെ നല്ല സഹായങ്ങൾ ലഭിക്കുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളോ പുതിയ ജോലികളോ ഒക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. കാര്യതടസ്സം, രോഗക്ലേശങ്ങളെ, സ്ഥാനഭ്രംശം, ധനനഷ്ടം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എങ്കിലും വ്യാഴവും സൂര്യനും മറ്റും വളരെ അനുകൂലനാകിയാൽ ഈ ദോഷങ്ങൾ അത്ര തന്നെ അങ്ങോട്ട് ബാധിക്കുന്നതല്ല. പക്ഷേ ചൊവ്വാഴ്ച ദിവസം ധനപരമായിട്ടുള്ള ഇടപാടുകളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ധനനഷ്ടം വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഇനി ബുധൻ 4-ാം തീയതി മുതൽ അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുക. പുതിയ സ്ഥാനമാന ലാഭം ഉണ്ടാകുക, ശത്രു പരാജയം ഉണ്ടാകുക, ആരോഗ്യം, സുഖം, പ്രശംസ, ധനാഗമം, ബന്ധുസ്നേഹം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സർവകാര്യ വിജയം, നാനാവിധമായ സുഖങ്ങളെ, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായ ഒരു തുടക്കം കുറിക്കുന്നതാണ്. സർക്കാർ ആനുകൂല്യമൊക്കെ നന്നായിട്ട് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലി വേഗം തന്നെ ലഭിക്കുന്നതിനൊരു തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ധനലാഭം, പ്രതാപം, കാര്യവിജയം, ധനാഗമം, ഉത്തമമായിട്ടുള്ള ആഹാരം, ഭയങ്ങളൊക്കെ മാറിക്കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. സ്ഥാന പരിവർത്തനം, ബന്ധുക്കൾ മൂലം ക്ലേശങ്ങളെ, രോഗദുരിതങ്ങളെ, ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക, പ്രാർത്ഥിക്കുക. പിന്നെ കേതു അനുകൂലനാണ്, എന്നാൽ രാഹു അത്ര അനുകൂലനല്ല. അപ്പോൾ ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ ഗുണഫലങ്ങളാണ് ഏറിയിരിക്കുന്നത്.
അപ്പോൾ ശനിയാഴ്ച പക്ഷേ യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ മാസം ഭേദമായിട്ടാണ് കാണുന്നത്. ഇനി ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, കാല, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് ധനുക്കൂറ്. ഇവർക്ക് സൂര്യൻ 16-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനഷ്ടം, മനസ്സമാധാനം ഇല്ലാതെ വരിക, രോഗത്തിനെ പറ്റിയുള്ള ഭയം ഉണ്ടാകുക, ബന്ധുവിരഹം ഉണ്ടാകുക, വരവിനൊക്കെ ഒരു ചെറിയ കുറവ് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് കൂവളമാല ചാർത്തലോ ധാര വഴിപാട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓം നമഃശിവായ 108 പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിക്കുക, നല്ലതാണത്. എന്നാൽ 17-ാം തീയതി മുതൽ അങ്ങോട്ട് വ്യത്യാസമുണ്ടാകും. വളരെ നല്ലതായിട്ട് വരും. ആരോഗ്യമൊക്കെ അനുകൂലമാവുക, ബന്ധു സമാഗമം ഉണ്ടാകുക, അധികാരികളുടെ സഹായം ലഭിക്കുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരുമായിട്ട് പിണക്കം ഉണ്ടാകുക, ധനനാശം ഉണ്ടാകുക, അതുപോലെ തന്നെ പല ക്ലേശങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദോഷങ്ങളൊക്കെ കുറയും. പിന്നെ ബുധൻ 23-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. കാര്യതടസ്സവും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കുക. എന്നാൽ 23-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാം, ശത്രു പരാജയം, ധനലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ദുഃഖം, ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, സർക്കാരിൽ നിന്നൊക്കെ ക്ലേശങ്ങളുണ്ടാകുക, വീട്ടിലൊരു മ്ലാനത പോലെ അനുഭവപ്പെടുക, രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, ഈ ധനം, സ്വർണം ഇതൊക്കെ നഷ്ടപ്പെടുകയോ മോഷണം പോകുന്നതിന് തന്നെയോ ഒക്കെ സാധ്യത ഉണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്ലേശങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, കാലത്തോ വൈകിട്ടോ ഒരു നേരമെങ്കിലും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഒരു അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. മാല ചാർത്തലോ അർച്ചന ചെയ്യലോ നല്ലതാണ്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ അനുകൂലനല്ല. ധനക്ലേശം, മനക്ലേശം, ശത്രുക്ലേശം, സ്ത്രീകളുമായിട്ട് കലഹം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. സ്ത്രീകൾ മൂലം നഷ്ടങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക, അല്ലെ ദേവി സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയും. എന്നാൽ 18-ാം തീയതി മുതൽ വളരെയേറെ അനുകൂലനായിട്ടാണ്. ധനലാഭം, പ്രതാപം, കാര്യവിജയം ഉണ്ടാകുക, ധനാഗമം ഉണ്ടാകുക, ഭയങ്ങളൊക്കെ മാറിക്കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനാണ്. ധനലാഭം, സർവകാര്യ വിജയം, ഉദ്യോഗലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷേ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, അതുപോലെ ഗണപതി പ്രീതി വരുത്തുക. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി മകരക്കുറ്, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യ പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് മകരക്കുറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനക്ലേശം, അപമാനം, പത്നീകോപം ഉണ്ടാകുക, രോഗം ഉണ്ടാകുക, മനസമാധാനമില്ലാതെ വരിക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. മഹാദേവന് ധാരയോ കൂളമാലയോ ഒക്കെ ഉള്ള വഴിപാടുകൾ ചെയ്യുക. ഓം നമഃശിവായ ജപിക്കുക, ദോഷം കുറയും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, വസ്ത്രാഭരണാദിലാഭം, പ്രശസ്തി, രോഗമുക്തി, വഴക്കുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കുജൻ. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്, ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സുഖം, ഉന്നതി, ധനാഗമം, സർവകാര്യ വിജയം, ബന്ധുഗുണം, സ്ഥാനമാന ലാഭം, സർക്കാർ ആനുകൂല്യം, സന്താനഭാഗ്യം, സന്താനങ്ങൾ മൂലം സന്തോഷമോ ഒക്കെ ഉണ്ടാകുക. വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്.
വിദ്യാനുകൂല്യം ഉണ്ടാകുക, സന്താനങ്ങളുടെ വിവാഹം, ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. ആരോഗ്യം അനുകൂലം ആവുക, ഭാഗ്യാനുകൂല്യം ഉണ്ടാവുക, വസ്ത്രധനാദിലാഭം, സർവാഭിഷ്ടലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 18-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ്. സ്ത്രീകളുമായിട്ട് കലഹം, മനക്ലേശം, ധനഹാനി, ശത്രുക്ലേശം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ദോഷം കുറയും. പിന്നെ ശനി 7.5 ശനിയായി തുടരുന്നു. പക്ഷേ അത്ര ദോഷപ്രദനല്ല എങ്കിലും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജന വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറയും. രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. എന്നാൽ കേതു ഭാഗ്യക്കുറവ് വരുത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക, പിന്നെ ഗണപതി പ്രീതി വരുത്തുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ കുറയും. ഇനി കുംഭക്കൂറ്. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി മുക്കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അത്ര അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, പരാജയം, സർവകാര്യ പരാജയം ഉണ്ടാകുക, യാത്ര കൂടുതൽ ചെയ്യേണ്ടി വരിക, ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങളെ, ശത്രുക്കളുമായിട്ട് വഴക്കുണ്ടാകുക, പത്നി കോപം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, സന്താനങ്ങൾ മൂലം മനക്ലേശങ്ങളെ, ബന്ധുക്കളുമായിട്ടോ സന്താനങ്ങളുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളെ, ശത്രു ക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദോഷം കുറയും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അത് വളരെ ദോഷങ്ങൾ കുറച്ച് കിട്ടും ബുധൻ്റെ. പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. സമാധാനക്കുറവ്, ബന്ധുക്കൾ മൂലം ഉപദ്രവങ്ങളെ, വീട് വിട്ടു പോകേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറയും. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമാർച്ചന ചെയ്യുന്നതും നന്നാണ്. എന്നാൽ പുതിയ വാഹനമോ വീടോ ഭൂമിയോ ഒക്കെ വാങ്ങുന്നതിന് ഒരു സാധ്യത ഉണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, ദുഃഖശാന്തി, സർവാഭിഷ്ടലാഭം, വസ്ത്രധനാദിലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായി തുടരുന്നു. ഇപ്പോൾ വക്രഗതിയിലും കൂടെയാണ്. ഏറെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യത ഉണ്ട്. രോഗം ക്ലേശിപ്പിക്കുക, കുടുംബക്കാരുമായിട്ട് വഴക്ക്, മനക്ലേശങ്ങളെ, കർമ്മം ചെയ്യേണ്ടി വരുന്നതിന് വരെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട്, അല്ലെ എള്ളുകിഴി, അല്ലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പുഷ്പാഞ്ജലി എങ്കിലും ആയിട്ടായാലും മതി, അത് ചെയ്യേണ്ടത് നല്ലതാണ്. അപ്പോൾ ദോഷങ്ങൾ കുറയും. പിന്നെ രാഹു കേതുക്കൾ ദോഷപ്രദരായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ പൂജ ചെയ്യലോ അല്ലെ സർപ്പപൂജ ചെയ്യുന്നത് നല്ലതാണ്. രാഹുവിൻ്റെ ദോഷം കുറയും. പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഇനി മീന രാശി. പൂരിട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രങ്ങളാണ് മീനക്കുറിലുള്ളത്. ഇവർക്ക് 16-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ്. നല്ല സന്തോഷം ലഭിക്കുക, കാര്യലാഭം ഉണ്ടാകുക, സ്വാസ്ഥ്യം ഒക്കെ ആയി വരിക, ധനലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക, രോഗനാശം, ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 17-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ്. വീട്ടുകാരും സ്നേഹിതരുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, അതുപോലെ ധനക്ലേശത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പം മഹാദേവന് ധാരയോ കൂളമാലയോ തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ശത്രുവൃദ്ധി, പണത്തിന് ഞെരുക്കം, ബന്ധുവിരോധം, സ്ഥാനഭ്രംശം തുടങ്ങിയ
ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്, ദോഷങ്ങൾ കുറയും. പിന്നെ ബുധൻ അത്ര അന്നവസ്ത്രാദികളൊക്കെ തരുന്നതിന് നല്ലതാണ്. വിജയം ഉണ്ടാകുക, നിത്യ തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക, ധനനേട്ടം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം ദോഷസ്ഥാനത്താണെങ്കിലും വിപരീത ഭേദം ഭവിക്കുക മൂലമായിട്ട് അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, നാനാവിധ സുഖങ്ങൾ ലഭിക്കുക, സന്താനങ്ങൾ മൂലം സുഖം ലഭിക്കുക, വിവാഹം നടക്കാതിരുന്നവർക്ക് അതിനൊരു തുടക്കം കുറിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പൊതുവെ സർവകാര്യ വിജയം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 18-ാം തീയതി വരെ അത്ര അനുകൂലനല്ല. നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങളെ, സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ, ധനക്ലേശം, അപമാന ഭീതി തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ദേവീക്ഷേത്രത്തിൽ, അപ്പം എല്ലാ ദോഷങ്ങളും മാറുന്നതാണ്. പക്ഷെ 18-ാം തീയതി മുതൽ അനുകൂലനായിട്ട് തന്നെയാണ്. ദുഃഖശമനം, ധനലാഭം, സുഖം, മനസമാധാനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി 7.5 ശനിയായി തുടരുന്നു. നഷ്ടം, അധികമായിട്ടുള്ള ചിലവ്, തടസ്സങ്ങളെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പന് എള്ളുകിഴിയോ നീരാഞ്ജനോ ഒക്കെ വഴിപാട് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു.